അപ്പൊ നമ്മള് ഒരു പുതിയൊരു ദിവസമായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് ഏകദേശം 6 മണിയാകുമ്പോഴാണ് ഷോപ്പ് തുറന്നത്. കാരണം അവന്റെ ചേട്ടയുടെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ കൊണ്ട് അവൻ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളോട് ഇപ്പൊ ശരത്താണ് ഉള്ളത്. ശരത്താണ് നമ്മളത് എല്ലാ കാര്യങ്ങളും സഹായിച്ചത് ഗൈസ്. ബെഞ്ചും കാര്യങ്ങളൊക്കെ പുറത്തട്ടിടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബെഞ്ചും കാര്യങ്ങളൊക്കെ പുറത്താട്ടിട്ട് എല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് സ്വിഗ്ഗി ഓണാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ സ്വിഗ്ഗി ആരെങ്കിലും അടിക്കണം നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാരും വാ ഗൈസ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം നമുക്ക്. ഗൈസ് നമ്മളെ സഹായിച്ചതിനും ശരത്ത് പോകണം. അപ്പൊ ശരത്ത് ബൈ. അപ്പൊ ഓക്കെ, എന്തായാലും വന്നതിന് താങ്ക്സ് ഒന്നും വേണ്ടല്ലേ. താങ്ക്സിന്റെ ആവശ്യമില്ല. ഫ്രണ്ട്സിന് താങ്ക്സ് പറയാൻ പാടില്ല. എന്റെ കണ്ടെന്തൂരം ഉണ്ടായത് എന്തൊരു സാധനം കണ്ണി കയറി ട്രിപ്പായി പോയല്ലേ. ഷോ അപ്പൊ ഓക്കെ. അതെ സാമിയോട് ഇരിപ്പുണ്ട്. സാമി ഹായ് ഹായ് ബ്രോ. അപ്പൊ നമ്മള് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. അത് കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. പാട്ടൊക്കെ കേട്ടിരിക്കണട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, ഏകദേശം 8:30 ആയിട്ടുണ്ട്. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ നമുക്കൊരു കസ്റ്റമർ ഇങ്ങനെ വന്ന് പോയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണെന്ന് തുറന്നു. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ട് ഈവനിങ് ഞാൻ ഷോപ്പ് തുറന്നു. ഇപ്പൊ ഏകദേശം 8:30 ആയി, നൈറ്റ് ആയി. അപ്പൊ നമ്മള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഫ്രീ ആയതുള്ള ഗൈസ്. ഒന്നും ഒരു കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയോ. ഞാനിങ്ങനെ വെറുതെ ഓണാക്കിയിട്ടരുത്. കറണ്ട് കാശ് പോകും ഗൈസ്. കറണ്ട് കാശിനെ കൊടുക്കത്തപ്പോ വലിയണത്. കാരണം ഞങ്ങൾ അനുഭവിക്കൊണ്ട് കറണ്ട് കാശൊക്കെ ചില്ലറ കാശത്തല്ലേ നമുക്ക് വലിയൊരു ദിവസം ഒരു മാസം. ഇപ്പൊ എന്തായാലും അവൻ വന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അവനെ കണക്ട് ചെയ്ത് നോക്കണം. എന്തായാലും എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, പ്രത്യേകിച്ചും പറയില്ല കൈസ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. നൈറ്റ് ആകുമ്പോൾ കുറച്ച് ബർഗറും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ടാവും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് കാണിച്ചു തരാം. ബർഗർ അടിക്കണം. മയോണൈസ് ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞു. മയോണൈസ് അടിച്ച് ഞാൻ കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ പൊക്കാശിയ തീർന്നു. അപ്പൊ അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പൊക്കാശിയ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിത് 510 ഗ്രാം മൈദ ഇട്ടിട്ടുണ്ട്. മൈദ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മളൊരു 10 ഗ്രാം ഇടണം. അതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. നമുക്ക് ഉപ്പ് 10 ഗ്രാം ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യമേ ഇങ്ങനെ എടുക്കുക, ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൂടിപ്പോകും ഉപ്പ്. കറക്റ്റ് ഉപ്പ് 10 ആയിരിക്കണം. വേണ്ട. അപ്പൊ കറക്റ്റ് 10 ഗ്രാം ഇട്ടിട്ടുണ്ട് കാണേണ്ടത്. ഇതാണ് ഇവിടെ 10 ഗ്രാം. ഇത് നമുക്ക് വേണ്ട ഈസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പൊ ഈസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 10 ഗ്രാം വരെയാണ് വേണ്ട. അപ്പൊ നമുക്ക് ഈസ്റ്റ് അടുത്ത് പൂശാം. ഈസ്റ്റ് പൂശണതിന് നമ്മൾ ആദ്യം ടയർ ചെയ്യണം. ടയർ ചെയ്താലേ ഈ സാധനം മാറും. ടയർ ചെയ്താലേ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ ടയർ ചെയ്ത് നമ്മൾ വന്നിട്ട് നേരെ ഈസ്റ്റ് ഒരു 10 ഗ്രാമിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകണാണ്. അപ്പൊ ഈസ്റ്റ് നമ്മൾ 10 ഗ്രാം ആഡ് ചെയ്ത ശേഷം നമ്മൾ അടുത്തത് നമ്മൾ വെള്ളം റെഡിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ബൗളിൽ നമ്മൾ ഇത് ചെയ്തെടുത്ത അളന്നെടുത്ത സാധനങ്ങൾ നമ്മളെല്ലാം ആദ്യമേ നമ്മുടെ ഈ ഡോയിലായിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വിടണം. ആഡ് ചെയ്തിട്ട ശേഷം ഇത് ഡോയ ആവണം കേട്ടോ. ഡോയ ആവണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. വെള്ളം ഒഴിക്കാനുണ്ട്. ഇതിന് 450 ഗ്രാം വെള്ളമാണ് നമുക്ക് വേണ്ടത്. 260 നമ്മള് 450 ഗ്രാം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്ത ശേഷം നമ്മള് അടുത്ത് നമുക്ക് വേണ്ട ഒലിവ് ഓയിലാണ്. അപ്പൊ നമ്മള് ഈ ഒലിവ് ഓയിലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യണം. സാധനം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു ഒലിവ് ഓയിലാണ്. അപ്പൊ നമ്മൾ ഇത് ഏകദേശം ഒരു 30-40 ഗ്രാമോളം 30 ഗ്രാമോളം ആഡ് ചെയ്യാനുണ്ട് ഇതിനകത്ത്. അപ്പൊ അതും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് നമ്മൾ ഇത് മൊത്തം ഡോ നമുക്ക് തരാം. ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഡോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇതാണ് നമ്മുടെ സ്വിച്ച് പറഞ്ഞത്. ഈ സ്വിച്ചിനെ നോക്കിയിട്ട് സ്ലോ സ്പീഡ് ഇട്ടിട്ടാണ് കേട്ടോ ആദ്യം നോക്കാം, അല്ലെങ്കിൽ തെറിക്കും എല്ലാം കൂടി. അതുകൊണ്ടാ നേരെ ഇതിന് ഡോയായി ഒരു ഏകദേശം ഒരു 2 മണിക്കൂറോളം വേണം അത് ഡോയായി ഫ്ലോ ആയി പൊങ്ങിയൊക്കെ വരാൻ. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈസ്റ്റ് പൊക്കിയെടുക്കാം. ഈസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഇത് ബോയിലായി പൊങ്ങി വരും. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം ഇനി നമുക്ക് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ആവട്ടെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ഉണ്ടോ പൊക്കാശ, ഇങ്ങനെയാണ് പൊക്കാശ ചെയ്തത്. ഇപ്പൊ അതിന് ഫ്ലോ ആയി പൊങ്ങി വരും ഗൈസ്. പൊങ്ങി വരുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ബ്രെഡിന്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെ റെഡി ആവണത്. ആ ക്വാളിറ്റി റെഡി ആകുമ്പോൾ ശേഷമായിരിക്കും നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പൊക്കാശ അത് ഫ്ലോ ആവണത് വരെ നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഈ പൊക്കാശ നമുക്ക് ഫ്ലോ ആവണ വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. വെയിറ്റ് ചെയ്ത് ഞാൻ ബാക്കി കാണിച്ചു തരാം ഗൈസ്. നമ്മള് പൊക്കാശ എല്ലാം അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛബ്രോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛബ്രോന്റെ ഫേസ് കാണിക്കാൻ പോലെ നടക്കണം. നമുക്കൊരു ചാൻഡിയൊക്കെ മേടിച്ചിട്ട് വന്ന് നമ്മളതിങ്ങനെ കുടിച്ചിട്ടിരിക്കണായിരുന്നു. അപ്പോഴാണ് സെറ്റായി. അച്ഛബ്രോ ഹാപ്പി അല്ലേ അച്ഛബ്രോ? ഓ തലയാട്ട് രാത്രികൾ കഴിച്ചു. അപ്പൊ അച്ഛബ്രോനെ പരിചയപ്പെടുത്താൻ നിങ്ങളത് കാണിക്കേണ്ടതാ പറഞ്ഞത്. നാളെ കഴിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചു നേരം ഈ ഫാറ്റിയൊക്കെ കുടിച്ച് തീർത്തിട്ട് വരാം. ഓക്കെ, നമ്മളെ പൊക്കാശിന്റെ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഫ്ലോ ആയി പൊങ്ങി ഇത്ര എത്തിയേട്ടാ. അപ്പോഴേക്ക് നമ്മുടെ ഷെഫ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചു വന്നേട്ടാ. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോണത് ഈ ഒരു സാധനം ഫുള്ള് നമ്മുടെ ഈ ട്രെയിലായിട്ട് ആക്കാൻ പോണ. അതിനൊരു മെയിനായിട്ട് കുറച്ച് ഒലിവ് ഓയിലും കാര്യങ്ങളൊക്കെ
തൂകും, ഒരുപാട് തൂകും കേട്ടോ. ഒലിവ് ഓയിലാണ് ഫുള്ള് സാധനങ്ങൾ വന്നത്. ഇത് ഫുള്ള് ഒലിവ് ഓയിൽ കണ്ടിൽ വന്നൊരു ബ്രെഡാണ് ഫുള്ള്. അത് അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം വെച്ചാണ്. അപ്പൊ ബ്രെഡ് നൈസായിട്ട് ഓയിൽ നൈസായിട്ട് ഇത് ചെയ്യാനാണ് കേട്ടോ. എല്ലായിടത്തും പൊളിച്ച് എത്തിക്കാനാണ്. ബ്രഷ് കൊണ്ട് ഇതാക്കിയെടുത്ത് കയ്യില് മൊത്തം ഇതാക്കണമെന്നാണ് കേട്ടോ. കയ്യിലാക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പൊ അവൻ ചെയ്യാനാണ് കേട്ടോ. കണ്ട മൊത്തം ഇങ്ങനെ ഒഴിച്ച് ആ ഒലിവ് ഓയിൽ കണ്ടന്റ് കണ്ട. ഒലിവ് ഓയിൽ ഉള്ളത് ഫുള്ള് ഒലിവ് ഓയിലാണ്. അപ്പൊ മൊത്തം പാത്രത്തിലുള്ള മൊത്തം അടിച്ചെടുത്ത് സാധനം നല്ലോണം ഫ്ലോ ആകണ്ട. നേരത്തെ കണ്ട പോലെ അല്ല. അപ്പൊ മൊത്തം ഇനിയിപ്പോ അവൻ ചെയ്യാൻ പോണ രീതി ഞാൻ കാണിച്ചുതരാം. കണ്ടാ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് മൊത്തം ഇങ്ങനെ ട്രേ മൊത്തം നിറച്ചു വെക്കൂല്ലേ. ഹോൾഡ് ചെയ്താണ് എത്ര കിട്ടുള്ളൂ. ഒരുപാട് പ്രോസസ്സിംഗ് ഉള്ള ഒരു ബ്രെഡ് ആണെന്ന് കേട്ടോ. ഇത് അത്യാവശ്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല. അപ്പൊ 2 മണിക്കൂറല്ല, 2 മണിക്കൂർ മേലെ എടുക്കുമല്ലേ. ഞാൻ പറഞ്ഞ 2 മണിക്കൂറല്ല, 2 മണിക്കൂർ മേലെ ഇപ്പൊ തന്നെ എടുത്തു. കാരണം ആ ഒരു ബൗളിരുന്ന് പൊങ്ങി വരാനും പിന്നെ ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഇത് പൊങ്ങണം അല്ലേ. അങ്ങനെയാണ് ഈ ബ്രെഡിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇത് മൊത്തം ഇനി ഇത് വീണ്ടും 1/2 മണിക്കൂർ റെസ്റ്റ് എടുപ്പിച്ചെടുക്കണം. ഓക്കെ. അപ്പൊ ബാക്കി എന്തായാലും ബാക്കി സാധനങ്ങള് ഇതിപ്പോ കഴിഞ്ഞു. വീണ്ടും 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. 1/2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ, നമുക്കൊരു സ്വിഗ്ഗി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫൊക്കാശയും ഒരു ബ്ലാക്ക് ബർഗറാണ് ഓർഡർ വന്നേക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആദ്യമേ നമ്മ ബ്രെഡ് ഫുള്ള് കട്ട് ചെയ്ത് ഇതാണ് ബ്രെഡിന്റെ ഫുൾ ഉൾഭാഗം വരുന്നത്. അതിന്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നു. ബട്ടർ ആഡ് ചെയ്ത ശേഷം മൊത്തം തേക്കണം. കാണിച്ചുതരാം. ബട്ടർ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തേക്കുക. സംഭവം സെറ്റ് ചെയ്യുക. നേരെ നമ്മളിവിടെ ടോസ്റ്റ് ചെയ്യാൻ വെക്കുക. നേരെ ടോസ്റ്റ് ചെയ്തിട്ട് വരാൻ ഗൈസ്. ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ആയി കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇതിലായിട്ട് ഇട്ടണം. ആ ബട്ടർ മൊത്തം നമ്മൾ നേരെ അതിന്റെ മേലായിട്ട് പെസ്റ്റോ സോസ് ഒഴിക്കുന്നതാണ്. പെസ്റ്റോ സോസ് ഒഴിച്ച് അതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പെസ്റ്റോ സോസിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ബർഗർ കൂടി പിക്കപ്പ് ചെയ്യണം. ബർഗറിന്റെ ബണ്ണില് നമ്മള് മയോണൈസ് നല്ലോണം ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യണം. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതായത് നമ്മൾ നേരെ നമ്മുടെ ലെറ്റീസ് ഇപ്രാവശ്യം വേറൊരു ഐസ്ബർലിക്കാണ് കേട്ടോ. ഇതിന് ഐസ്ബർലിക്കാന്നാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ അകത്ത് നേരെ ഫില്ല് ചെയ്യുന്നു. നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനവും ഫ്രഷ് ആയിരിക്കും എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത് ഓക്കെയാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബർഗറിനുള്ള പിക്കപ്പ് ചെയ്യണം. അപ്പൊ ഇത്ര ഇത് നമ്മ അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ 2 തക്കാളിയാണ് നമ്മൾ നോക്കണം. ടൊമാറ്റോ സെറ്റ് ചെയ്യുക. ഇവിടെ കുക്കുംബറിന്റെ പരിപാടി ഉണ്ട്. സവാള കൂടി വെക്കുന്നു. അതിനുശേഷം പാറ്റി കഴിച്ചല്ല എഗ് ഇടണം. അതിനുശേഷം നമ്മള് ഇതിലും ഒരു എഗ് വെക്കുന്നുണ്ട്. ഈ ഫൊക്കാശയില് നമ്മളൊരു ചീസും കൂടി ആടാൻ ചെയ്യുന്നത്. ചീസ് നമുക്ക് ചീസ് വരെ താളമായിട്ട് വരുന്നുണ്ട്. നേരെ ചീസ് ഇട്ട് മെൽറ്റാക്കി എടുക്കണം. അതിനുശേഷം ഇതിന്റെ മേലെ ഹാംസ് വരുന്നതായിരിക്കും. ഇതിന്റെ ഉള്ളിൽ പാറ്റിയും വരുന്നതായിരിക്കും. പിന്നെ അത് ഇതിന്റെ മേലില് മറ്റേ മസാല ചീസ് ബേക്ക് ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്ത് റെഡിയാക്കും. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഫിനിഷിങ് കാണിച്ചു തരാം ഗൈസ്. സ്പീഡ് ആക്കട്ടെ. ഓക്കെ, ഗൈസ് നമ്മള് മൊത്തത്തിൽ ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ടോ. ഇനി നേരെ ഇങ്ങനെ നമ്മൾ പാർസൽ ആക്കണം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ വരുന്നത്. ഈ വ്യൂ ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പൊക്കാശം ഒന്ന് കഴിക്കുക. അപ്പൊ നമ്മള് നേരെ ബട്ടർ പേപ്പറിലാക്കി പൊതിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമ്മളൊരു ട്രിക്കിലൊരു സാധനം വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരൂല, പിന്നെ പറഞ്ഞുതരാൻ കഴിച്ചതിനെ കുറിച്ച്. നമുക്ക് നേരെ പാക്ക് ചെയ്യാം. എടുക്കട്ടാ. ഒക്കാശിയ വരുന്നതുണ്ട. ഒക്കാശി ഇങ്ങനെയാണ് കാഴ്ച വരുന്നത്. അതിൻ്റെ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നല്ല
സമാധാനത്തിരുന്നപ്പോ ബർഗർ കഴിക്കാം. അപ്പൊ ബർഗറില്ല ഫൊക്കാശയും കഴിക്കാം, ബർഗറും കഴിക്കാം. അപ്പൊ എല്ലാരും വരിക. നമ്മുടെ ഓർഡർ പാക്ക് ചെയ്ത് നമ്മളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോ മൊത്തത്തിൽ ഒരു കോട്ടും കൂടി ആഡ് ചെയ്ത് നമ്മളാ കസ്റ്റമർക്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. ഡെയിലി നമ്മൾക്ക് നമ്മുടെ ഓർഡർ പിക്കപ്പ് ചെയ്യേണ്ട ഒരു പുള്ളിക്കാരാണ്. കഴിച്ച് എപ്പോഴും എല്ലാ ദിവസവും ഓർഡർ ഉണ്ട് പുള്ളിയുടെ ഒരു ടൈം ആകുമ്പോ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പാർട്ണറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ബൈ. കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കീപ് ഗോയിങ്, ഗുഡ് തിങ്സ് ആർ കമ്മിങ്, ഔട്ട് മീൻസ് വിയർ വാല്യൂ ഫോർ ട്രസ്റ്റ്, താങ്ക് യു. അപ്പൊ എല്ലാരും വന്ന് ബർഗർ കഴിച്ച് ട്രൈ ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത്രയും കഴിഞ്ഞ് ബാക്കി അടുത്തൊരു ഓർഡർ കഴിഞ്ഞ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കയറ്റി ഇടണം. ഇപ്പോഴല്ല, വെളുപ്പിന് ഒരു 5 മണി 6 മണി വരെ നമ്മൾ ഈ ഷോപ്പിൽ തന്നെ ഉണ്ട് വെളുപ്പിന് കേട്ടാ. അപ്പൊ ആ ഒരു ടൈമിന് നമ്മൾ ഓപ്പണാണ്. അപ്പൊ ആർക്ക് വേണേലും കടന്നു വരാൻ സമയത്തൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളെ കുറച്ച് ഒതുക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മുടെ ബർഗർ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബർഗർ അടിച്ചിട്ടുന്ന സമയത്ത് ഒരു പണി കാണിച്ച് ഗൈസ്. നമ്മളെ ഫൊക്കാശ ഫുള്ള് ഫില്ല് ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഫൊക്കാശിന്റെ മേലിൽ വന്ന ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ഫൊക്കാശ. ഇപ്പൊ മൊത്തത്തിൽ പൊങ്ങിയില്ലേ, മൊത്തത്തിൽ അരമണിക്കൂർ ഇത് ചെയ്ത് പൊക്കി എടുത്തത് കഴിഞ്ഞില്ലേ. ഇന്നെന്താ അങ്ങനെ കുറച്ച് പണികൾ കൂടി ഉണ്ട്. അപ്പൊ നമ്മളെ ബർഗറും പിക്കപ്പ് കണ്ട ബർഗർ ഞാൻ പിക്കപ്പ് ചെയ്താണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഫൊക്കാശി ഇനിയും കുറച്ച് പണികളൊക്കെ കൂടി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഞാൻ ഫൊക്കാശി റെഡി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഫൊക്കാശിയെ ട്രൈ ചെയ്യാത്ത ഒരു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ഗൈസ്. കാരണം അതൊരു ബെസ്റ്റ് ഐറ്റം അല്ലേ ഇത്. കാരണം അതൊരു ട്രെൻഡിങ്ങിലാവാൻ പോണ ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതൊരു ഫൊക്കാശി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടതിൽ വെച്ച് ഒരു ബെസ്റ്റ് കുറച്ച് ഫൊക്കാശികളുണ്ട്. അത് നമ്മളെ ബാക്കി വരുന്നുണ്ട്. യോഗട്ട് എന്ന് പറഞ്ഞൊരു എന്ത് ഫ്ലേവറിന്റെ സാധനം. അത് അടുത്തത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോണ സാധനം. അതിൽ മറ്റേ ഇത് തന്നെ അവക്കാഡോ വെച്ചിട്ടുള്ള. അതിനെ കുറിച്ച് ഞാൻ വീണ്ടും പിന്നെ അപ്ഡേറ്റ് ചെയ്തരാ ഗൈസ്. പക്ഷെ കഴിച്ചതിൽ വെച്ച് ബെസ്റ്റ് സാധനങ്ങളായിരിക്കും. നിങ്ങൾ ഫൊക്കാശി സാൻഡ്വിച്ച് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സാൻഡ്വിച്ച് ആയിട്ട് നമ്മുടെ അതിനാണെന്ന് എനിക്ക് തോന്നാൻ കഴിഞ്ഞ സ്വിഗ്ഗിയിൽ നോക്കിയിട്ട് ഒരു സാധനം കാണുന്നില്ല. ഫൊക്കാശി വളരെ കുറവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓട്ട് ബീൻസിൽ. സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് സ്വിഗ്ഗിയിൽ സൊമാറ്റോ നമ്മൾ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഫൊക്കാശി മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ ബൈ. അപ്പൊ ഗൈസ് നമ്മളാ ഏകദേശം ഇപ്പൊ ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മള് ബർഗറിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ. അതിന് ബർഗറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്ക്രബ് ചെയ്തോണ്ടിരിക്കണ്. അമ്മ ഓയിലൊക്കെ അടിച്ച് ബാക്കി റോൾ ചെയ്ത് എല്ലാം ഡോ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഇതിൻ്റെ വെച്ചങ്ങനെ കേട്ടാ. അപ്പൊ നമുക്ക് വേറൊരു പണിയും കിട്ടി. നമ്മുടെ ഫോൺ നൈസായിട്ടൊന്ന് ഓഫായി പോയി. കാരണം ചാർജ് തീർന്നാണെന്ന് തോന്നുന്നു. ചാർജ് തീർന്നിട്ട് ചാർജ് കുത്തിയിട്ടിട്ട് ഓണാവുള്ള ചാർജറൊന്ന് കംപ്ലൈന്റ് ആയി. അങ്ങനത്തെ ഒരു പണി കിട്ടി. അപ്പൊ മൊത്തത്തിൽ കുറച്ച് ഓർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ക്യാൻസൽ ആയി പോയി. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ചാർജർ എടുക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പോകണേന്. അപ്പൊ എന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഇപ്പൊ സുഖിനായിട്ട് ഓഫാക്കി വെച്ചേക്കാണ് ഗൈസ്. എന്തായാലും നമുക്കൊന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് ഞാൻ എന്തായാലും വരാം. നമുക്ക് ഈ ബർഗറും കാര്യങ്ങളൊക്കെ റെഡിയാകും. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതേ ഫൊക്കാശ, ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഫൊക്കാശ. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ അടിച്ചു പടുത്ത് വെച്ചേക്കണേ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വന്ന ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്, കാണാൻ നല്ല രസമില്ലേ ഇത് കേട്ടോ. ഈ ഒരു ഹൈറ്റിലാട്ടോ നമുക്ക് ഈ സാധനങ്ങൾ വരുന്നത്. ഇതിനെന്താ പറയുക, ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഈ ഒരു ഹൈറ്റ് ഈ ഒരു ഹൈറ്റിലാട്ടോ നമ്മുടെ സാധനങ്ങളും മൊത്തത്തിൽ വരുന്നത് കണ്ടാ. അപ്പൊ ഇതാണ് ഫൊക്കാശിയ. അപ്പൊ എന്തായാലും ഞാൻ ചാർജർ മേടിച്ചിട്ട് ഒരു അച്ചുപ്രോന്റെ വീട്ടിൽ പോയി. അച്ചുപ്രോ വ്ളോഗിൽ വരൂല ഗൈസ്, രാവിലെ കണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും അച്ചുപ്രോന്റെ വീട്ടിൽ പോയി ഞാൻ സാധനം മേടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് നൈസായിട്ട് ബർഗർ ഏകദേശം പൊങ്ങി കണ്ട ഈസ്റ്റ് കൊണ്ടിട്ട് സാധനം പൊങ്ങി നല്ലോണം കുറച്ച് വീർത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മള് എഗ് വാഷ് അടിക്കണം. അതാണ് എഗ് വാഷ്. അയ്യോ ഇത് മയം അടിക്കാൻ പോണത്. അല്ലെങ്കിൽ മൊത്തത്തില് ബ്രെഡ് ഈ ബണ്ണ് മൊത്തത്തിൽ പോവും. കാരണം അത് അത്രത്തോളം സ്ലോ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മള്. ഉണ്ടോട്ടാ ഇങ്ങനെ ബണ്ണടിച്ച് മൊത്തം സെറ്റ് ചെയ്തിട്ട് വേണം വരാൻ. അപ്പോഴേക്കും സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിന്റെ മേലിൽ നമ്മൾ സെസമി സീഡ് കൂടി ആഡ് ചെയ്യണം. അതുകൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ബർഗർ ബേക്കാനുള്ള സമയവും. നേരെ നൈസായിട്ട് നിന്ന് കയറ്റി ഒന്ന് റെഡിയാക്കട്ടെ ഗൈസ്. കുറച്ച് പാടുള്ള പണിയാണ്, നമ്മൾ റെഡിയാക്കി എടുക്കണം. നമുക്ക് എന്തായാലും ഒന്ന് സ്പീഡാക്കിട്ട് വരാം. ഓക്കെ ഗൈസ്, ബർഗർ അടിക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങള് പാറ്റ് കൂടി അടിച്ചിട്ട് പാറ്റിന്റെ ഫ്രഷ്നസ് കണ്ടിട്ട് എനിക്ക് നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടി തോന്നിയാണ് ഗൈസ്. കണ്ടാ എൻ്റെ ഒരു ഫ്രഷ്നസ് ഉണ്ടായിരുന്നു. മോർണിംഗ് നമ്മളിപ്പോൾ പാച്ച് അടിച്ച് എടുക്കലുണ്ടാ. ഞാൻ അടിച്ചിട്ട് നേരെ എൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ട് മിക്സ് ചെയ്യണമെന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ബർഗറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ഏതാണ് നമ്മുടെ ബർഗറും കാര്യങ്ങളും. അതിനിടയിൽ നമ്മളാ പാറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ ഇനി ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി
കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ഏകദേശം കട ക്ലോസ് ആവാൻ സമയമായി. 4:30 സമയം അടുത്തോളമായി. എന്തായാലും ക്ലോസ് ചെയ്യുമ്പോൾ വരാം. ഓക്കെ ബൈ. അപ്പൊ ഗൈസ് പള്ളിയിൽ കുർബാന തുടങ്ങി. ഏകദേശം 5:30 നമ്മളെല്ലാ സാധനങ്ങളും കയറ്റിയിട്ടുണ്ട്. നൈസായിട്ടൊന്നും കണക്ക് കൂടി ക്ലോസ് ചെയ്തിട്ടുണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഗൈസ്. വാ എടാ ഓക്കെ പറഞ്ഞേക്ക്. ഓക്കെ ബൈ. അപ്പൊ ഈ കാര്യം പറഞ്ഞ ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കണ്ട ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ